ഹായ് ഡിയേഴ്സ്, ഇന്ന് നമുക്ക് കാന്ത സർക്കിൾ എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. ട്രഡീഷണൽ കാന്ത വർക്കിൽ വരുന്നൊരു ഡിസൈനാണ് കാന്ത സർക്കിൾ. ഈ ഒരു ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റിച്ച് ബോർഡിൽ ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കണം. ട്രഡീഷണൽ കാന്ത വർക്കിൽ മെയിനായിട്ട് വരുന്നത് റണ്ണിങ് സ്റ്റിച്ചാണ്. അപ്പോൾ ഇതിലും അതുപോലെ തന്നെ റണ്ണിങ് സ്റ്റിച്ചാണ് ചെയ്ത് കൊടുക്കേണ്ടത്. 6 ലെയറിലാണ് ത്രെഡ് എടുത്തിരിക്കുന്നത്. നമുക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കാം. സിമ്പിളാണ്, റണ്ണിങ് സ്റ്റിച്ച് തന്നെ കണ്ടിന്യൂ ആയിട്ട് ചെയ്തു പോവുകയാണ് വേണ്ടത്. ഈ ഒരു ഡിസൈൻ വേണമെങ്കിൽ നമുക്ക് സൽവാറിലൊക്കെ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇതിൻ്റെ ഇടയിലായിട്ട് നമുക്ക് സീക്വൻസും ബീഡ്സും ഒക്കെ വെച്ച് കൊടുക്കാവുന്നതാണ്. അതായത് ഒരു 4 റണ്ണിങ് സ്റ്റിച്ച് കഴിഞ്ഞ് അടുത്തതായിട്ട് വരുന്നത് ഒരു സീക്വൻസ് ആണെങ്കിൽ സീക്വൻസ് വെച്ച് കൊടുക്കുക. അതിനുശേഷം പിന്നീട് 4 റണ്ണിങ് സ്റ്റിച്ച് ചെയ്യാം. അതിനുശേഷം സീക്വൻസ് വെച്ച് കൊടുക്കുക. അങ്ങനെയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇത് ചെയ്തെടുക്കാവുന്നതാണ്. ഫ്രെയിമിങ്ങിനെ റൊട്ടേറ്റ് ചെയ്ത് നമ്മുടെ സൈഡിലേക്ക് പിടിച്ചിട്ട് വേണം ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഒന്ന് ഫിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ഒത്തിരി ഹാൻഡ് എംബ്രോയ്ഡറീൻ്റെ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കാണാത്തവരൊക്കെ അതൊന്ന് പോയി കണ്ടു നോക്കണേ. അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് കൊടുത്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും കറക്റ്റ് ടൈമിന് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. ഈ ഒരു സർക്കിളിൻ്റെ ഉൾവശത്തേക്ക് വരുമ്പോൾ ഓരോന്നോരോന്നായിട്ട് റണ്ണിങ് സ്റ്റിച്ച് കുത്തിയെടുത്തിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരുമിച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇതുപോലെ ഓരോന്ന് കുത്തിയിട്ട് നീഡിൽ താഴ്ത്തി കൊടുത്തിട്ട് ചെയ്തെടുക്കാം. ഇതിൻ്റെ ലാസ്റ്റ് പാർട്ടിൽ നമുക്ക് വേണമെങ്കിൽ ഒരു സീക്വൻസോ ഒരു ബീഡോ ഒക്കെ വെച്ച് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ ലാസ്റ്റ് ഭാഗത്തായിട്ട് ഒരു സീക്വൻസാണ് വെച്ച് കൊടുക്കുന്നത്. ത്രെഡിലേക്ക് ഒരു സീക്വൻസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നേരെ നീഡിൽ താഴത്തെ ഭാഗത്തേക്ക് കൊണ്ടുപോയിട്ട് ലോക്ക് ചെയ്ത് കൊടുക്കാം. അങ്ങനെ കാന്ത സർക്കിൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബാക്ക് വശത്തായിട്ട് നോട്ട് ഇട്ട് കൊടുക്കാം. സിംഗിളായിട്ട് ഒരൊറ്റ നോട്ട് ഇട്ടിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. നല്ല നീറ്റായിട്ട് ബാക്ക് വശവും കിട്ടിയിട്ടുണ്ട്.